ഹലോ എസ് എ പ്രതാപേന്ദ്രൻ സ്പീക്കിംഗ്. പരമേശ്വരനാ. ബീഹാറിൽ ഭാര്യയെ കഴുത്തറുത്തു വന്ന കേസിലെ പ്രതി കേരളത്തിലെത്തിയിട്ടുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട്. തിരുവനന്തപുരത്ത് എവിടെയോ ആണെന്നാണ് അവസാന സൂചന. പ്രതിയുടെ രേഖാചിത്രം എല്ലാ സ്റ്റേഷനിലേക്കും അയച്ചിട്ടുണ്ട്. പ്രതാപൻ ഊർജ്ജസ്വലമായി ഒന്ന് അന്വേഷിക്കണം. പ്രതിയെ കിട്ടിയാൽ തനിക്കുണ്ടാവുന്ന ഗുണം ഞാൻ പറയണ്ടല്ലോ. വേണ്ട സർ, എനിക്കറിയാം. ഞാൻ സിൻസിയറായിട്ട് അന്വേഷിക്കാം സർ. താങ്ക് യു സർ. സർ സെബാസ്റ്റ്യ. സർ. ആ സെബാസ്റ്റ്യ, ഒരു കൊലക്കേസ് പ്രതിയുടെ രേഖാചിത്രം കമ്മീഷൻ ഓഫീസിൽ നിന്ന് അയച്ചിട്ടുണ്ട്. എവിടെയാ സർ കൊലപാതകം? ഇവിടെയെങ്കിലും അല്ല, അങ്ങ് ബീഹാറിലാ. അതിന് നമുക്കെന്താ സർ? നമുക്ക് വേറെ ജോലിയൊന്നുമില്ല, ഇത് നോക്കിയിരിക്കാമല്ലോ. ആ ബീഹാർ നമ്മുടെ നാട്ടിൽ വന്ന് മറഞ്ഞിരിപ്പുണ്ട്. വേഗം പോയ രേഖാചിത്രം എടുത്തോ. നമുക്കെന്ത് കാര്യമൊന്നും. സി എ ആദ്യമായിട്ടാ നേരിട്ട് എന്നോട് ഒരു കൊലക്കേസ് അന്വേഷിക്കാൻ പറയുന്നത്. എന്റെ കഴിവ് ഞാൻ തെളിയിക്കും. സർ, ഇത് സർ കമ്മീഷൻ ഓഫീസിൽ നിന്ന് വന്ന രേഖാചിത്രം. 3 മാസം മുമ്പ് നടന്ന കൊലപാതകത്തിലെ പ്രതിയാണെന്നാ പറഞ്ഞത്. ബീഹാറിൽ നടന്ന കൊലക്കേസിലെ പ്രതിയുടെ പടം നമുക്ക് എന്തിനാ സാറേ? നമുക്ക് ഈ സ്റ്റേഷനിൽ ഫ്രെയിം ചെയ്ത് വെക്കാം, നന്നായിരിക്കും. സബീനെ ഏൽപ്പിച്ച ജോലി മാത്രം ചെയ്താൽ മതി. ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കാൻ ഞാനുണ്ട്. എന്താ നിക്കുന്നേ? സർ, സെബാസ്റ്റ്യ സർ, ബീഹാറികൾ ആരെങ്കിലും നമ്മുടെ സ്റ്റേഷൻ പരിധിയിലുള്ളതായിട്ട് അറിയാവോ? ബീഹാറിയാണെന്നറിയില്ല, പക്ഷെ കെട്ടിടം പണിക്ക് ഒരുപാട് ഇന്ത്യക്കാർ വരുന്നുണ്ട്. അതൊന്ന് ഇതേപോലെ ഇരിക്കുന്ന ഒരുത്തനെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാ സാറേ. എല്ലാത്തിനെയും കണ്ട ഒറ്റ ഷേപ്പാ. സാറേ, ഈ മുഖം എനിക്ക് നല്ല പരിചയം തോന്നുന്നുണ്ടല്ലോ സാറേ. നല്ല പരിചയം. ഈ അടുത്ത നാൾ കണ്ടതുപോലെ തോന്നുന്നു. എവിടെ? ആലോചിക്ക്. എവിടെ വെച്ച കണ്ടെന്ന് ആലോചിക്ക്. കിട്ടിയാ? പിടിയിട്ട് സാർ. ഇവിടെ നമ്മുടെ ഒട്ടുപാൽ ബ്രാഞ്ചിയുടെ സോറി സാർ, സാറിന്റെ ഫാദർ ഇൻ ലോ. ഒട്ടുപാൽ ബ്രാഞ്ച് മതി. ഞാൻ അയാൾ ഇതുവരെ ഫാദർ ഇൻ ലോ ആയിട്ട് അംഗീകരിച്ചിട്ടില്ല. ഒട്ടുപാൽ ബ്രാഞ്ചിയുടെ ആ ബ്രാഞ്ചിയുടെ വീട്ടിൽ 2 മാസം മുമ്പ് ഒരു കറവക്കാരൻ വന്നിട്ടുണ്ട്. അവന്റെ മുഖം ഇതേപോലെ ഇരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം കടയിൽ വെച്ച് കണ്ടതാണ് സാർ. സത്യം. ബീഹാറി കൊലയാളിയുടെ പടം ഇതാണെങ്കിൽ കറവക്കാരെ ഹിന്ദിക്കാരന്റെ മുഖം ഇത് തന്നെ. കൊലപാതകം നടന്നിട്ട് 3 മാസം, കറവക്കാരൻ വന്നിട്ട് 2 മാസം. ഓക്കേ, അവനവിടെ കഴുത്തറുത്തു കൊന്നിട്ട് നേരെ കേരളത്തിലേക്ക് വന്നു. ഇവിടെ കറങ്ങിത്തിരിഞ്ഞ് ഒടുവിൽ കറവക്കാരനായിട്ട് പ്രാഞ്ചിയുടെ വീട്ടിൽ. കൂട്ടെല്ലാം കറക്റ്റാണ്. ഒരു ഭീകര കൊലയാളിക്കാണ് പ്രാഞ്ചിയും മകനും അഭയം കൊടുത്തിരിക്കുന്നത്. സെബാസ്റ്റ്യൻ സാർ, അവനെ കുറിച്ച് രഹസ്യമായി കുറെ വിവരങ്ങൾ തരാം. ഇനി അവൻ ബീഹാറിയാണോ എന്ന് അറിഞ്ഞാൽ മാത്രം മതി. അതും കൂടി സത്യമാണെങ്കിൽ പ്രാഞ്ചിയും ജോണിക്കുട്ടിയും ഉടനെ ഞാൻ കസ്റ്റഡിയിലെടുക്കും. പ്രാഞ്ചി, ജോണിക്കുട്ടി. എന്റെ അപ്പനെ അനിയനെ കസ്റ്റഡിയിൽ എടുക്കാൻ എന്ത് കുറ്റം അവര് ചെയ്തേ? പഴയ ശത്രുത വെച്ച് വീണ്ടും അവരെ ദ്രോഹിക്കാനാണല്ലേ പരിപാടി? ആലിസേ, ഇത് പോലീസ് സ്റ്റേഷനാണ്. കുടുംബ കാര്യങ്ങൾ വീട്ടിൽ ചെന്നിട്ട് സംസാരിക്കാം. പോരാ, എനിക്കിപ്പോ അറിയണം. SI പ്രതാപ് ചന്ദ്രനോട് ഒരു കോൺസ്റ്റബിൾ ആജ്ഞാപിക്കുന്നു. വേണ്ട, അത്രയ്ക്കൊന്നും വേണ്ട. എന്റെ അപ്പനെ എന്നെ ബാധിക്കുന്ന കാര്യം എന്താന്ന് ഞാൻ അറിയണ്ടേ? അങ്ങനെ അറിയണമെങ്കിൽ വിവരാവകാശ കമ്മീഷനിൽ എഴുതി ചോദിക്കും. അല്ലാതെ എനിക്കൊരു സാധാ കോൺസ്റ്റബിളിന്റെ അടുത്ത് പ്രമാദമായ കേസിന്റെ കാര്യങ്ങൾ വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല. യു ക്യാൻ ഗോ, ക്ലിയർ ഓഫ്. പ്രാഞ്ചി, ജോണിക്കുട്ടി, ശരിയാക്കി തരാം. ആലിസേ, മോള് കഴിച്ചോ? 9:30 ആയപ്പോഴല്ലേ മോള് കഴിക്കുന്നത്. അവൾ 8 ആയപ്പോഴേ കഴിച്ചു കിടന്നു. കഴിച്ചല്ലോ, അത് മതി. പ്രതാപേട്ടന്റെ ജീവിതത്തിൽ ആദ്യം വന്നത് ഞാനാ. ഞാൻ ഭക്ഷണം കഴിച്ചോന്ന് ചോദിക്കാൻ തോന്നിയില്ലല്ലോ. അതെന്താ ഇത്ര ചോദിക്കാൻ? നിനക്ക് വിശപ്പുണ്ടെങ്കിൽ നീ കഴിക്കും. സ്വന്തം കാര്യങ്ങൾ നോക്കാൻ പ്രാപ്തിയായവരെ പിന്നെ ഉണ്ണാനും ഉറങ്ങാനും നിർബന്ധിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും സ്വന്തം ഭർത്താവ് ആഹാരം കഴിക്കുന്നതിന് മുൻപ് ഭാര്യയോട് സ്നേഹത്തോടെ നീ ആഹാരം കഴിച്ചോ എന്ന് ചോദിക്കുന്നതിന് എന്ത് സുഖാന്നറിയോ? ശരി, നിനക്കിന് സുഖം കിട്ടിയില്ലെന്ന് വേണ്ട. ആലീസ് മോൾ ആഹാരം കഴിച്ചു? കഴിച്ചു.
ഇത് കേൾപ്പിക്കാനാണോ എന്നെ ഇത്ര പ്രോത്സാഹിപ്പിച്ചത്? വായി നോക്കിയിരിക്കാതെ എന്തെങ്കിലും ഇട്. അതിലേക്ക് എന്തേലും ഇടുന്നതിന് മുൻപ് എനിക്കൊരു കാര്യം അറിയണം. എന്ത്? എന്ത് കാര്യത്തിനാ എന്റെ അപ്പനെ അനിയനെ പ്രതാപേട്ടൻ കസ്റ്റഡിയിൽ എടുക്കാൻ പോകുന്നത്? അവൻ എന്ത് കുറ്റം ചെയ്തേ? ഒഫീഷ്യൽ കാര്യങ്ങൾ സ്റ്റേഷനിൽ, ഇത് വീടാ. സ്റ്റേഷനിൽ വെച്ച് ചോദിച്ചപ്പോ കുടുംബക്കാരുടെ കാര്യം വീട്ടിൽ ചെന്നിട്ട് സംസാരിക്കാന്ന്. ഇവിടെ വന്നപ്പോ കേസിന്റെ കാര്യം സ്റ്റേഷനിൽ ചെന്നിട്ട് സംസാരിക്കാന്ന്. കാര്യം എന്താണെന്ന് എനിക്കിപ്പോ അറിയണം. അക്കാര്യം അറിയാനാണ് ഈ സമര പരിപാടിയെങ്കിൽ ഞാൻ ഇന്ന് അത്താഴം കഴിക്കണ്ടെന്ന് വിചാരിക്കും. അങ്ങനെ ഇപ്പൊ പിണങ്ങി പോണ്ട. ഓ, ഇതിപ്പോ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും രാത്രിയും ഒക്കെ അപ്പമാണല്ലോ. രാവിലെയും വൈകിട്ടും അപ്പം ആയതല്ല, രാവിലത്തെ മാവും മിച്ചം വന്നു. ഞാൻ അതെടുത്തുണ്ടാക്കിയതാ. എന്തിനാന്ന് എന്റെ വീട്ടുകാരെ കസ്റ്റഡിയിൽ എടുക്കുമെന്ന് പറഞ്ഞേ? എന്താണെങ്കിലും എന്നോട് പറ. നിന്റെ അപ്പനും ആങ്ങളെയും ചേർന്നൊരു തെറ്റ് ചെയ്തു. ആ തെറ്റാണോ ശരിയാണോ എന്നറിയാതെ സംഗതി അവർ ഒളിപ്പിച്ചു. ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? വ്യക്തമായിട്ട് പറ. ഇക്കാര്യം ഇത്രയും വ്യക്തമാക്കാനേ പറ്റൂ. പ്രതാപേട്ടാ, എനിക്ക് ദേഷ്യം വരും കേട്ടോ. ഉള്ള കാര്യം കൂടി തുറന്നു പറഞ്ഞേ. ഞാനിത് പറഞ്ഞിട്ട് വേണം നീ അത് അപ്പോഴേ അങ്ങോട്ട് വിളിച്ച് ഓതി കൊടുക്കാൻ. അങ്ങനെ ഇപ്പൊ എനിക്ക് പ്രൊമോഷൻ കിട്ടുന്ന ഒരു രഹസ്യം നീ ചോർത്തി കൊടുക്കണ്ട. ഒരു കാര്യം മാത്രം പറയാം. പ്രമാദമായ ഒരു കേസ് ഞാൻ തെളിയിക്കാൻ പോവാ. ആ കേസ് തെളിയുമ്പോൾ അതിൽ നിന്റെ അപ്പനോ ആങ്ങളെ ഉൾപ്പെട്ടു പോയാൽ അത് SI പ്രതാപചന്ദ്രന്റെ കുറ്റമല്ല. എന്തൊക്കെയുണ്ട് മോളെ വിശേഷങ്ങള്? വിശേഷമൊക്കെ പിന്നെ തിരക്കാം. ആദ്യം അപ്പനും മോനും കൂടി എന്തെങ്കിലും കുഴപ്പമൊപ്പിച്ചിട്ടുണ്ടോ എന്ന് പറ. കുഴപ്പോ? എന്ത് കുഴപ്പം? എന്നാ വർത്തമാനാടി നീ പറയുന്നേ? അതൊന്നും എനിക്കറിയാൻ മേല. നിങ്ങളുടെ പേരിൽ എന്തോ കേസ് ചാർജ് ചെയ്യാൻ പ്രതാപേട്ടൻ പദ്ധതി ഇടുന്നുണ്ട്. നിങ്ങളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്നൊക്കെ സ്റ്റേഷനിൽ വെച്ച് പറയുന്ന കേട്ടു. എന്തെങ്കിലും ഏടാ കൂടെ ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. മോനെ, നമ്മളെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്തിന്? എടാ, എന്തിനാന്നൊന്നും അറിയത്തില്ല. ഇപ്പൊ ആലീസ് മോൾ വിളിച്ചു പറഞ്ഞു ആ പ്രതാപചന്ദ്രൻ നമ്മളെ അറസ്റ്റ് ചെയ്യാൻ എന്തോ പരിപാടി ഉണ്ടെന്ന്. ആ മുരുകേശന്റെ വീട്ടിൽ കയറി ഭാര്യയെ ഭീഷണിപ്പെടുത്താനാണ്. 2 ദിവസം കാശ് തന്നെ കാര് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞപ്പോ. നീ അല്ലയോ പറഞ്ഞത്? അതുകൊണ്ട് അവര് കാര്യമായിട്ട് എടുത്ത് കാണുകയല്ല. ഇനിയിപ്പോ അടുക്കളക്കാര് സരോജിന് കൊടുത്ത പരാതിയാണോ? ഏയ്, അങ്ങനെയാണെങ്കിൽ 1 മാസം മുമ്പേ കൊടുത്തേനെ. അപ്പ ചുമ്മാ ആലോചിച്ചോണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ നോക്ക്. എടാ, ചുമ്മാ നീക്കം നടത്തിയാ പോരാ. ആദ്യം എന്ത് കേസിനാ അറസ്റ്റ് എന്നറിയണം. എന്നിട്ട് അതനുസരിച്ച് നീങ്ങണം. ഇനിയിപ്പോ ഭീഷണിപ്പെടുത്തി പലിശ വാങ്ങിയതാണെങ്കിൽ ആ വഴി. ഇനി അതല്ല കള്ളക്കടത്തിനാണെങ്കിൽ ആ വഴി. ഇനിയിപ്പോ സ്ത്രീ പീഡനത്തിനാണെങ്കിൽ അതാരുടെ പേരില്? അപ്പ സ്ത്രീകളെ മോശമായിട്ടൊന്ന് നോക്കുവല്ലോ ചേർത്ത് എന്റെ പേര് സ്ത്രീ പീഡനത്തിന് കേസ് കൊടുത്താലേ ഞാൻ പിന്നെ ജീവിച്ചിരിക്കൂല. എടാ, കേസ് നിന്റെ പേരിൽ തന്നെ ആവണമെന്നില്ലല്ലോ. എന്റെ പേരിലും ആവാമല്ലോ. അല്ല, കള്ളക്കേസ് നമുക്കൊരു മുൻകൂർ ജാമ്യം എടുത്താലോ? ഏയ്, അതിനൊക്കെ വക്കീലിന് ഒരുപാട് പൈസ കൊടുക്കേണ്ടി വരും. എന്നിട്ട് അറസ്റ്റ് നടന്നില്ലെങ്കിൽ ആ പൈസ നഷ്ടമല്ലേ? അപ്പ അറസ്റ്റ് നടക്കാതിരിക്കാനാ മുൻകൂർ ജാമ്യം. ചേച്ചി വിളിച്ച് മുന്നറിയിപ്പ് തന്ന സ്ഥിതിക്ക് എന്തായാലും പിടി വീഴുമെന്ന് ഉറപ്പാ. കേസ് എന്താണെന്ന് അറിയാഞ്ഞിട്ട് എനിക്ക് ആകെപ്പാട് ഒരു വിമിഷ്ടം. കേസ് എന്താണെങ്കിലും അത് അപ്പന്റെ പേരിലാണെന്ന് ഉറപ്പാ. അതെന്താ നിനക്ക് ഇത്ര വലിയ ഉണപ്പ്? അപ്പ ഞാൻ എന്തെങ്കിലും ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു തെളിവ് പോലും ബാക്കി വയ്ക്കത്തില്ല. വിവരക്കേട് കാണിക്കുന്നതിൽ 1ാം സ്ഥാനം നിനക്കാ കേരളത്തില്. അങ്ങനെ എന്തെങ്കിലും വിവരക്കേട് കാണിച്ചതിന്റെ ഫലമായിരിക്കും ഇപ്പൊ അനുഭവിക്കാൻ പോകുന്നത്. അപ്പ എല്ലാ കുറ്റവും എന്റെ തലയെ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ അപ്പന്റെ ശ്രമം. ഞാനിപ്പോ സ്റ്റേറ്റ് വിളിച്ചു ചോദിക്കാൻ പോവാ. ആരുടെ പേരിലാ കേസ്? ഞാൻ വിളിച്ചു ചോദിക്കും. അതെ, എന്റെ പേരിലാ കേസെങ്കിൽ അത് ഇന്ന് തന്നെ ഞാൻ തീർക്കും. പക്ഷേ അപ്പന്റെ പേരിലാണ് കേസെങ്കിൽ അപ്പന് വേണ്ടി ഞാൻ ഒരു ചെറുപേരുള്ള പോലും ഇറങ്ങത്തില്ല. നോക്കോ, ഞാൻ വിവരം കെട്ടവനാണല്ലേ? കാണിച്ചേരാപ്പ. ഹലോ, പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോടാ ഇങ്ങോട്ട്. വിവരക്കേട് കാണിക്കാത്ത നീ ഇപ്പൊ വിളിച്ചാൽ അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിപ്പോ പൂർണ്ണമാകും. പക്ഷേ എനിക്ക് എന്റെ നിരപരാധിത്വം തെളിയിച്ചേ പറ്റൂ. നിന്റെ മാത്രം തെളിയിച്ചാ മതിയോ? എന്റെയും കൂടി തെളിയിക്കണ്ടേ? അതെ, അതെനിക്കറിയണ്ട. ഇക്കാര്യത്തിൽ അപ്പന്റെ വഴി, എനിക്ക് എന്റെ വഴി.
ആ. എന്നാലും എന്ത് കേസിനായിരിക്കും കസ്റ്റഡിയിൽ എടുക്കാൻ പോകുന്നത്? സർ, ഓ കയറി വാ സെബാസ്റ്റ്യൻ. ഇരിക്കെ ആ എന്തായി? ആള് ബീഹാർ സ്വദേശി തന്നെയാണ്. ഉം. ഇവിടെ എത്തിയിട്ട് 2 മാസവും 12 ദിവസമായി. ആ. ഞാൻ നമ്മുടെ കോൺട്രാക്ടർ പ്രഭാകരനുമായിട്ടാണ് പോയത്. അയാളാണല്ലോ ഹിന്ദിക്കാരെ ഇവിടെ സപ്ലൈ ചെയ്യുന്നത്. സൂത്രത്തിൽ അവനോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിച്ചെങ്കിലും ഒന്നിനും മറുപടി വരാതെ അവൻ ഒഴിഞ്ഞു മാറി. അവൻ തന്ത്രശാലിയായ ഒരു കൊലപാതക. ഇത്രയും വിവരങ്ങൾ തനിക്ക് എവിടെ കിട്ടി? അത് ഞാൻ ജോണിക്കുട്ടിയോട് ചോദിച്ചറിഞ്ഞതാ. ആദ്യമൊക്കെ അവന് പറയാൻ ബുദ്ധിമുട്ടായിരുന്നു. അന്യ സംസ്ഥാന തൊഴിലാളികളെ ജോലിക്ക് നിർത്തിയിരിക്കുന്ന വീട്ടുകാർക്ക് സർക്കാർ വക പ്രത്യേക ഗ്രാന്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാ ഇത്രയും കാര്യങ്ങൾ അവൻ വെളിപ്പെടുത്തിയത്. അവന് ഞാൻ ഗ്രാന്റ് കൊടുക്കാം. വളരെ ശ്രമകരമായിട്ടാണ് ബീഹാറിൽ നിന്നും അവനെ ഇവിടെ എത്തിച്ചെന്നും പറഞ്ഞു. അപ്പോൾ എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഒരു കൊലപാതകയ്ക്ക് അഭയം കൊടുത്തത്. കൂലിയില്ലാതെ ജോലി ചെയ്യിക്കാനായിരിക്കും പദ്ധതി. സെബാസ്റ്റ്യൻ, താൻ ആളെ ശരിക്ക് കണ്ടല്ലോ. അത് തന്നെയാണല്ലോ. ഉറപ്പാ. ഇനിയൊന്നും നോക്കാനില്ല, പൊക്കിക്കോ. ആ, ഞാൻ രാവിലെ സ്റ്റേഷനിൽ എത്തുമ്പോൾ ചോദ്യം ചെയ്യാൻ പരുവത്തിന് അവൻ അവിടെ ഉണ്ടാവണം. ചെല്ല്. എന്താ സെബാസ്റ്റ്യൻ പ്രശ്നം? ഒന്നുമില്ല. ഞാൻ അറിയാതെ എന്ത് ഗൂഢാലോചനയാ നിങ്ങൾ ഇവിടെ നടത്തുന്നത്? സെബാസ്റ്റ്യൻ അല്പം തിരക്കുണ്ടോ? സെബാസ്റ്റ്യൻ പൊയ്ക്കോളൂ. പ്രതാപേട്ട, സമാധാനമായിട്ടൊന്ന് ഉറങ്ങാൻ വേണ്ടി ചോദിക്കുക, എന്താ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. നാളെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർ ആണ് എസ് ഐ പ്രതാപേന്ദ്രൻ. പ്രമോഷൻ അടക്കം പല പുരസ്കാരങ്ങളും എന്നെ തേടി വരും. ഞാൻ സുഖമായി പോയി കിടന്നുറങ്ങട്ടെ. ഓക്കെ, ഗുഡ് നൈറ്റ്. എടി മോളെ, എന്റെ ചെറുക്കനെ പോലീസുകാർ കൊണ്ടുപോയി. പോലീസ് പിടിച്ചോ? എന്തിനാ? എടി ടോണിക്കുട്ടിയല്ല, നമ്മുടെ വീട്ടിൽ പശുവിനെ കറക്കാൻ നിന്ന ആ ബീഹാറുകാരൻ ചെറുക്കൻ. എന്തിനാ മോളെ അവനെ അറസ്റ്റ് ചെയ്തത്? SI പറഞ്ഞിട്ടാണ് ആ വീട്ടിൽ വന്ന പോലീസുകാർ പറഞ്ഞത്. എന്തിനാ പിടിച്ചോണ്ട് പോയെന്ന് അറിയണമെങ്കിൽ SI പ്രതാപചന്ദ്രനോട് തന്നെ ചോദിച്ചു. അവനോട് ചോദിക്കാൻ തന്നെയാ ഞാൻ വന്നത്. പ്രതാപേട്ടൻ പോയല്ലോ. സ്റ്റേഷനിൽ അവൻ ചെന്നിട്ടില്ല. ടോണിക്കുട്ടി എന്റെ വാൽക്ക നിൽക്കുക. എന്തോ ശുഭകാര്യത്തിന് പോവാ, അതുകൊണ്ട് ഇന്ന് അമ്പലത്തിൽ കയറി എന്തോ പ്രത്യേക വഴിപാട് കഴിപ്പിക്കണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നാലേ ഞാൻ അവനെ വഴിയിലിട്ട് പിടിച്ചോളാം. ജോണിക്കുട്ടിയാ, മോനെ ജോണിക്കുട്ടി, പ്രതാപേന്ദ്രൻ ഇവിടെ ഇല്ല. നീ ആ ജംഗ്ഷനിലോട്ട് വാ, നമുക്ക് അവനെ വഴിയിലിട്ട് പിടിക്കാം. ശരി. ആ ചെറുക്കനെതിരെ എന്തെങ്കിലും കള്ളക്കേസ് ഉണ്ടാക്കിയാലുണ്ടല്ലോ, നിന്റെ കെട്ടിയോനെ തൊപ്പി ഞാൻ തരും. എന്റെ കർത്താവേ, ഒന്ന് വേഗം വിട് സെബാസ്റ്റ്യ. എനിക്ക് സ്റ്റേഷനിൽ ചെന്ന് ആ ബീഹാറെ ചോദ്യം ചെയ്യാൻ ധൃതിയായി. ഓ, വഴിന്ന് മാറി നിൽക്കണമെങ്കിലേ ചില കാര്യങ്ങൾ പറഞ്ഞു തീർക്കണം. എന്ത് കാര്യത്തിനാ രാവിലെ എന്റെ വീട് വളഞ്ഞ് വീട്ടിലെ കറവക്കാരനെ അറസ്റ്റ് ചെയ്തോണ്ട് പോയത് പോലീസ്? അവൻ കറവക്കാരനല്ല, സ്വന്തം ഭാര്യയുടെ കഴുത്തറുത്തു കൊന്നവനാ. അവനെ പിടിക്കാൻ SI പ്രതാപചന്ദ്രന് ഒരുത്തന്റെ നോട്ടീസ് വേണ്ട. ആളിയെ ഞങ്ങളെ പാലുകൂടി മുട്ടിച്ചു. അവനല്ലെങ്കിൽ ആരും പിന്നെ പശുവിനെ കറക്കും അല്ലേ? അതെ, ആണ്. മരുമോനേമാനെ, ഞങ്ങളോടുള്ള വൈരാഗ്യത്തിന് അനാവശ്യ കേസ് കെട്ടുകൾ ആ പാവത്തിന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയാൽ നടക്കില്ല. നിനക്ക് മേലെയും ആഫീസർമാരുണ്ട്, അതോർത്തോണം. ആ ആഫീസർമാരെ വിളിച്ചു പറഞ്ഞിട്ട് തന്നെയാ തന്റെ പണിക്കാരനെ ഞാൻ പൊക്കിയത്. എടോ, അവനൊരു കൊലപാതകം ചെയ്യാനുള്ള ത്രാണി പോലും ഇല്ലേ മാനെ? അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. ഞങ്ങളുടെ ചക്കരമുത്താവൻ അവന്റെ ദേഹത്തെങ്ങാനും കൈവച്ച കൈവച്ച അവൻ ചത്തു. ദൈവം ഇത് അവനെ വിട്ടേക്ക് സാറേ. വീട്ടുപണി ജയിക്കാനാണ് അവനെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തെങ്കിൽ അവന് വേറെ ഞാൻ 2 ഹിന്ദിക്കാരെ തരുമായിരുന്നല്ലോ. അവനോട് അത്ര സിമ്പതിയാണെങ്കിലേ ഞാൻ അവനെ കോടതിയിൽ ഹാജരാക്കുമ്പോ അവിടെ നിന്ന് ഇറങ്ങിക്കും. ഇപ്പൊ മര്യാദയ്ക്ക് മുന്നിൽ നിന്ന് മാറിക്കോ, ഇല്ലെങ്കിൽ പോലീസ് വണ്ടി തടഞ്ഞതിനും കൂടെ കേസെടുക്കും. വണ്ടി തടഞ്ഞതിന് കേസെടുക്കുമെന്ന്. വയ്ക്കോ.
എന്ത് വില കൊടുത്തും ഞങ്ങൾ അവനെ രക്ഷിച്ചിരിക്കും. അതിനു മുമ്പ് കൊലപാതകിക്ക് അഭയം കൊടുത്തതിന് അപ്പനെ മോനെ ഞാൻ പൊക്കിയിരിക്കും. സെബാസ്റ്റ്യ വണ്ടിയിട്. സർ. എടാ ജോണിക്കുട്ടി, ആ ബീഹാറി ഒരു കൊലപാതകയാണോടാ? നിനക്ക് എവിടെ നിന്ന് കിട്ടിയതാടാ അവനെ? അപ്പൻ എന്നാ വർത്താനായി പറയുന്നേ? ഞാൻ അവന്റെ വീട്ടിൽ പോയല്ലേ വിളിച്ചോണ്ട് വന്നത്. അവൻ ആകെപ്പാടെ പ്രായമുള്ളൊരു വല്യമ്മ മാത്രമേ ഉള്ളൂ. ഭാര്യയെ കൊല്ലാൻ പോയിട്ട് കല്യാണം കഴിക്കാനുള്ള പ്രായം പോലും അവനായിട്ടില്ല. നിനക്ക് ഉറപ്പാണേ? എനിക്ക് ഉറപ്പാപ്പാ അവൻ നിരപരാധിയാ. അപ്പൊ ഒരു കാര്യം ചെയ്യ്, മേളിലോട്ടൊന്ന് വിളി. എന്റെ കർത്താവേ! കർത്താവിനെ വിളിക്കാനല്ല പിന്നെ? പറയുന്നത്. അപ്പൊ MLA കൊണ്ട് മന്ത്രി ഒന്ന് വിളിപ്പിരെ. അതാണോ? എന്നിട്ടപ്പൊ വണ്ടിയിലോട്ട് കയറ്. ഇതേ ഇങ്ങനെ വിട്ടാ ശരിയാവത്തില്ല. ഹലോ, सच बोल बिहारी मोने, कैसे मार दिया तेरे बीवी को? अरे बोल, अरे बोल. नहीं तो एड़ा പറടാ, एड़ा പറ. ഇങ്ങോട്ട് വിടവനെ. बोल, तेरे बीवी को कैसे मारा तूने? എടാ എന്നെ അറിയാവുന്ന ഹിന്ദിയൊക്കെ തീർന്നു പറടാ. ജനമൈത്രി പോലീസ് സ്റ്റേഷനിലെ ഒരു SI ഒരു നിരപരാധിയെ ഇത്ര ക്രൂരമായി മർദ്ദിക്കുന്നത് ശരിയാണോ? സ്വന്തം ഭാര്യയെ കഴുത്തറുത്ത് കൊന്നവനോട് ഒരു സ്ത്രീ എന്ന നിലയിൽ ആലീസ് കാണിക്കുന്ന അനുകമ്പ എനിക്ക് മനസ്സിലാകുന്നില്ല. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി ശിക്ഷ വിധിക്കുമ്പോഴേ ഒരാൾ പ്രതിയാവൂ. വെറും ഊഹാപോഹത്തിന്റെ പേരിൽ ഒരു അന്യ സംസ്ഥാന തൊഴിലാളിയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി മർദ്ദിച്ചാൽ അതിന്റെ ഭവിഷ്യത്ത് എന്തായിരിക്കുമെന്ന് ഊഹിക്കാലോ. അത് ഞാൻ സഹിച്ചു. CI പരമേശ്വരൻ സാർ എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് വെടിപ്പായിട്ട് ചെയ്യാൻ SI പ്രതാപചന്ദ്രൻ അറിയാം. 2 മാസമായിട്ട് അവൻ ഒട്ടുപാല് പ്രാഞ്ചിയുടെയും ജോണിക്കുട്ടിയുടെയും സംരക്ഷണത്തിലായിരുന്നു. ഈ കൊലപാതകത്തിന് അവർക്കും ഉത്തരവാദിത്വമുണ്ടോന്ന് ഞാൻ അന്വേഷിക്കും. സാർ, ഇവൻ അനക്കില്ല സാർ. ഞാൻ അവനെ ഇപ്പൊ അനക്കിത്തരാം. സർ. എന്താ സബീന? സർ, കമ്മീഷണർ ഓഫീസിൽ നിന്ന് ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. ഇത്ര പെട്ടെന്ന് മെസ്സേജും വന്നു? എന്താ മെസ്സേജിൽ? പ്രതിയെ എത്രയും വേഗം ഹാജരാക്കാനാണോ? അല്ല സർ, പിന്നെ ഭാര്യയെ കൊന്ന് നാട് വിട്ട ബീഹാർ സ്വദേശിയെ ഇന്ന് വെളുപ്പിന് എറണാകുളത്ത് വെച്ച് പിടികൂടിയെന്ന്. ഈശ്വര, എന്റെ പ്രമോഷൻ. പ്രമോഷന് പകരം ഒരു സസ്പെൻഷൻ ആയാൽ കുഴപ്പമുണ്ടോ മരുമോനെ? ഊമയായ അന്യ സംസ്ഥാന തൊഴിലാളിയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് തള്ളിച്ചതിന് സാറ് സമാധാനം പറയേണ്ടി വരും. ജോണിക്കുട്ടിയെ ഇവന് ഞാൻ എവിടെ തൃപ്തിയായല്ല. സാറേ, ഈ ബീഹാറി ചെറുക്കൻ എനിക്ക് വെറും ഒരു പണിക്കാരൻ മാത്രമായിരുന്നില്ല. എനിക്ക് പറക്കാതെ പോയ ഒരു മകനാ. എന്റെ അനിയ ഇവനെ ഈ പരുവത്തിലാക്കിയവനെ ഞാൻ വെറുതെ വിടില്ല. എന്നെ തല്ലിയാ ഞാൻ സഹിക്കും. അതെ, പക്ഷെ എന്റെ ആശ്രിതന്റെ ദേഹത്തൊരു മുള്ളുകൊള്ളാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ ജോലിക്കാരനെ തട്ടിക്കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ ഇട്ട് മർദ്ദിച്ചതിന് SIക്കെതിരെയുള്ള എന്റെ പരാതി. ഇവന്റെ ആശുപത്രി ചെലവ് മുഴുവൻ അളിയന്റെ വകയാ. ഇവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അളിയനായിരിക്കും. പറഞ്ഞു. ഞാൻ MLA കൊണ്ട് മുകളിലോട്ട് വിളിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഇണ്ടാസ് പുറകെ വന്നോളൂ. മോനെ, അപ്പ നമ്മുടെ അനിയ പൊട്ടനായിട്ട് ഇവരെ കരയാനും അറിഞ്ഞൂടാ. നമുക്ക് കരയാം. ദാണ്ടെ പരാതി. അപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, ഇതാ ബീഹാറി അല്ലായിരിക്കും. അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പോ രേഖാചിത്രത്തിന്റെ ഒരു രൂപമില്ലായിരുന്നു, അല്ലേ സാറേ? ഹലോ, പരമേശ്വരനാ, താൻ എന്ത് വൃത്തികേടായി കാണിച്ചേ? സോറി സർ. ഊമയായ ഒരു അന്യസംസ്ഥാന തൊഴിലാളിയെ താൻ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് മർദ്ദിച്ചത്
അത് ഈ രേഖാചിത്രം അതൊരാപ്പായി പോയി സാറേ. താൻ ഇനി ഒന്നും പറയണ്ട. നിരപരാധിയെ ക്രൂരമായി മർദ്ദിച്ചതിന് 15 ദിവസത്തേക്ക് തനിക്ക് സസ്പെൻഷൻ.